അപ്പൊ സാർ എന്തുകൊണ്ടാണ് എന്നിട്ട് UPSC ക്രാക്ക് ചെയ്യാഞ്ഞത്? 2-3 കാര്യങ്ങൾ പറയാം. UPSC പരീക്ഷ എഴുതിയിട്ടുണ്ട് ഞാൻ. ഇതിൽ 24 ചീട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ മെമ്മറൈസ് ചെയ്തില്ലേ, അതൊരു ചീട്ടായിരിക്കും. അത് ടെക്നിക്കൊന്നുമില്ല. 24 ചീട്ടെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഗിന്നസ് റെക്കോർഡിന്റെ സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവര് മറുപടി തരണം. എന്നുവെച്ചാൽ 2 ആഴ്ചക്കുള്ളിൽ ചിലപ്പം മാക്സിമം 3 മാസത്തിനുള്ളിൽ അവരെന്ത് ചെയ്യും, നമുക്ക് മറുപടി തരും. അദ്ദേഹം ഇത് പൊളിച്ചെടുക്കാൻ വേണ്ടി ഏഷ്യാനെറ്റ് പ്ലസിൽ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട് പുള്ളി, ഏഷ്യാനെറ്റിനകത്ത്. അന്ന് അദ്ദേഹം കുറെ ക്യാമറ ഒക്കെ വെച്ചിട്ട് എന്നെ ഒരു സ്കൂളിൽ വെച്ച് ഈ പരിപാടി ചെയ്യിപ്പിച്ചു. അന്ന് അദ്ദേഹം ഒരു മാത്സ് പഠിക്കുന്ന കുട്ടി 3 ദിവസം തന്നാൽ മതി, ആ കുട്ടി ജയിക്കും. ഇപ്പം ഞങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാനൊരു നിർമ്മല ഭവൻ എന്നൊരു സ്കൂളുണ്ട് തിരുവനന്തപുരം. അവിടുത്തെ അവർ 21 കുട്ടികളെ എനിക്ക് തന്നിരുന്നു. ഈ ഇട്ടിക്കൊണ്ടിരുന്ന കുട്ടികളാണ്. B+ ആക്കിയാൽ മതി എന്ന് അവർ പറഞ്ഞത്. അതായത് ഏറ്റവും കുറഞ്ഞ മാർക്ക് C+. അപ്പോൾ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളില്ലേ, അവരെ എങ്ങനെ മാറ്റാമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ഫൈനൽ എൻ്റെ റിസർച്ച്. കേവലം 4 സെക്കൻഡുകൾ കൊണ്ട് മാത്രം കാണിച്ച 48 അക്കങ്ങൾ ഓർത്ത് വെച്ച് വേൾഡ് ഗിന്നസ് റെക്കോർഡ് കരസ്ഥമാക്കിയ വ്യക്തിയാണ് സാർ. നമസ്കാരം സാർ. നമസ്കാരം. സാറ് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിലൊരു ബ്രില്യൻ സ്റ്റുഡൻ്റ് ആയിരുന്നു. അതായത് നമ്മൾ ചില സിനിമയിലൊക്കെ കാണാറുണ്ട്, ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ന്യൂസിലൊക്കെ കേൾക്കാറുണ്ട് ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി സ്റ്റുഡൻസിനെ പറ്റിയിട്ടൊക്കെ. അങ്ങനെ ഒരാളായിരുന്നു സാർ. ഞാൻ ഈ മാർക്ക് സിസ്റ്റം നിലവിൽ ഉണ്ടായ സമയത്ത് നമ്മൾ SSLCയുടെ അതിന്റെ ലാസ്റ്റ് ബാച്ചാണ്. 2004 10ാം ക്ലാസ് കഴിഞ്ഞത്. അന്ന് എനിക്ക് ഫസ്റ്റ് ക്ലാസ് മാർക്കേ ഉള്ളായിരുന്നു ആകെ. ഇന്ന് വെച്ചാൽ ഫുൾ A+ പഠിക്കുന്ന കുട്ടികളാണ് കൂടുതൽ. അന്ന് ഡിസ്റ്റിങ്ഷനാ, ഫസ്റ്റ് ക്ലാസ് ഡിസ്റ്റിങ്ഷൻ, സെക്കൻഡ് ക്ലാസ്. എനിക്ക് ഫസ്റ്റ് ക്ലാസ് മാർക്ക് ഉള്ളായിരുന്നു. വലിയ പഠനമൊന്നുമില്ല, എബോവ് ആവറേജ് ആണ്. പിന്നെ +2 കൊമേഴ്സ് ആയിരുന്നു, അപ്പോഴും എബോവ് ആവറേജ്, 75% മാർക്കൊക്കെ ഉള്ളൂ. ഭയങ്കര മാർക്കൊന്നുമില്ല. പിന്നെ ഞാൻ സംസ്കൃതം പഠിച്ചിട്ടില്ല. ഞാൻ ഇദ്ദേഹത്തെ കണ്ടതിന് ശേഷം ഡിഗ്രിയുടെ ഒരു സമയത്ത് എൻ്റെ കോളേജിൽ നിന്ന് ഒരു ചെറിയ പ്രശ്നങ്ങൾ കാരണമൊക്കെ ഞാൻ കോളേജിൽ നിന്ന് പുറത്തായിരുന്നു. ആ സമയത്ത് PSCക്ക് പഠിക്കാൻ വേണ്ടി തീരുമാനമെടുത്തു. ആ സമയത്താണ് ഇദ്ദേഹത്തെ മീറ്റ് ചെയ്യുന്നത്. ഇദ്ദേഹം വന്ന് എൻ്റർലി എൻ്റെ എഡ്യൂക്കേഷൻ ഡിഫറൻസ് എൻ്റർലി എന്നെ മാറ്റിക്കളഞ്ഞു. കാര്യം നമ്മളുടെ എഡ്യൂക്കേഷൻ ഒന്നുമല്ലെന്നുള്ള രീതി എനിക്ക് ഇദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. കാര്യം നമ്മൾ പഠിക്കുന്ന രീതി ഇപ്പോൾ വിഷ്വലൈസേഷൻ ഇമ്പ്രൂവ് ആക്കിയാൽ, നമ്മൾ ഈ പഠിക്കുന്ന പുസ്തകമൊക്കെ ഒരാഴ്ച കൊണ്ടൊക്കെ ഒരു കുട്ടിക്ക്, ഞങ്ങൾ ട്രെയിൻ ചെയ്തൊരു കുട്ടിക്ക് 70 പേജ് വരെയൊക്കെ 1 മണിക്കൂറിൽ പഠിക്കാൻ പറ്റുന്ന കുട്ടികളുണ്ട്. IQD ട്രെയിൻ ചെയ്തിട്ട് വെറുതെ തള്ളുന്നതല്ല, അങ്ങനെ പഠിക്കുന്ന കുട്ടികളുണ്ട്. മാത്തമാറ്റിക്സ് 5 മിനിറ്റ് കൊണ്ട് ചെയ്യാന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നില്ലേ. അതൊരു 2 ദിവസം അടുത്ത് ഇരിക്കുന്ന ഒരു കുട്ടിയെന്നല്ല ആരായാലും അടുത്ത ദിവസം തൊട്ട് പറഞ്ഞു തുടങ്ങുവാണ്. കാര്യം ബ്രെയിൻ അത്ര ആക്റ്റീവ് ആവുകയാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് ആദ്യം ഇദ്ദേഹം പറഞ്ഞു തന്ന സമയത്താണ് എനിക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെയൊക്കെയാണ് സത്യം കാര്യങ്ങൾ. ഇന്ന മേഖലകളാണ് പ്രജ്ഞാ വികാസ കൽപ്പനകൾ, ഈ ജ്ഞാനസാധന മാർഗങ്ങൾ, ഇതൊക്കെയാണ് കൂടുതലും പ്രാക്ടീസ് ചെയ്ത് കുട്ടികളെ ഡെവലപ്പ് ചെയ്യേണ്ടത്. ന്യൂറോപ്ലാസ്റ്റിസിറ്റി എക്സസൈസുകളുണ്ട്, അതൊക്കെ നമ്മളുടെ എഡ്യൂക്കേഷനിൽ ആഡ് ചെയ്യണം. ന്യൂറോജെനസിന്റെ എക്സസൈസുകളാണ്. യോഗയൊക്കെ ന്യൂറോജെനസിസ് ആണ്. മാത്തമാറ്റിക്കൽ സ്കിൽ എന്ന് പറയുന്നത് ന്യൂറോപ്ലാസ്റ്റിസിറ്റി ആണ്. ഇങ്ങനെ ഓരോ മേഖലകളെ കുറിച്ച് ഞാൻ റിസർച്ച്, എൻ്റെ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ നോളജുമാണ് മൊത്തം. ഞാൻ ഒരു ബുക്കിൽ നിന്നും വായിച്ചുള്ള അറിവുകളല്ല. എൻ്റെ വീട്ടിൽ ഇപ്പോൾ വന്നാൽ പോലും നിങ്ങൾക്ക് ഒരു സംസ്കൃത പുസ്തകം പോലും എൻ്റെ നിന്ന് കിട്ടത്തില്ല, എൻ്റെ ഇല്ല വീട്ടിൽ. പക്ഷെ ഞാൻ ഇതിനെക്കുറിച്ച് എഴുതുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതെല്ലാം അദ്ദേഹം നിന്ന് നോളജാണ്. ഒരു വട്ടം നോളജ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് ഫ്ലറിഷ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനകത്തുള്ള എക്സാമ്പിളാണ് ഞാൻ പല വേദികളിൽ ഇത് തെളിയിച്ചിട്ടാണ്. ഞാൻ ഒരുപാട് ഇന്റർവ്യൂസിലും ഒരുപാട് ചാനലുകളിലൊക്കെ ഞാൻ ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്. ആരും വിശ്വസിക്കാത്തത് കൊണ്ടാണ് ഗിന്നസ് റെക്കോർഡ് മറ്റേ പാകിസ്ഥാൻകാരൻ്റെ അത് 30 നമ്പറാണ്, ഞാൻ 48 നമ്പർ വെച്ചിട്ട് അത് ബ്രോക്ക് ചെയ്തത്. അതുപോലെ തന്നെ ഫസ്റ്റ് ഇന്റർവ്യൂ വരുന്നത് ഒരു സൂരജ് പി സതീഷ് എന്ന ഒരാളാണ്. ഞാൻ ഈ 1 വർഷം കഴിഞ്ഞിട്ട് കുറെ വർഷത്തിന് ശേഷം പിന്നെ ഇത് വീണ്ടും ഒരു ഇൻസ്റ്റയില് ഞാൻ ഇൻസ്റ്റ ഒന്നും അവസാനം 2022 തുടങ്ങിയ ആളാണ്. ഞാൻ തുടങ്ങിയതല്ല, എൻ്റെ ഒരു സുഹൃത്ത് തുടങ്ങി തന്നെ. എനിക്ക് ഇൻസ്റ്റ ഒന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരു സ്കൂളിൽ പോയി ഞാൻ ഇത് അവതരിപ്പിച്ചായിരുന്നു. ഒരു പയ്യൻ അവൻ ഇതെടുത്ത്, ജുനേദ് എന്നാ അവന്റെ പേര്, അവൻ ഇതെടുത്ത് ഇൻസ്റ്റയിലിട്ട് പോസ്റ്റ് ചെയ്തു. അത് 7,65,000 പേരെ കണ്ടു. അപ്പൊ തന്നെ ചാനലിൽ നിന്ന് വിളി വന്നു, ക്ലബ് FM നിന്നും പലയിടത്തു നിന്നൊക്കെ വിളി വന്നു. ആ സമയത്ത് സൂരജ് പി സതീഷ് എന്നൊരു തൃശ്ശൂരുള്ള ഒരാളുണ്ട്. അദ്ദേഹം ഇതിനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അദ്ദേഹം ഇത് പൊളിച്ചെടുക്കാൻ വേണ്ടി ഏഷ്യാനെറ്റ് പ്ലസിൽ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട് പുള്ളി, ഏഷ്യാനെറ്റിനകത്ത്. അന്ന് അദ്ദേഹം കുറെ ക്യാമറ ഒക്കെ വെച്ചിട്ട് എന്നെ ഒരു സ്കൂളിൽ വെച്ച് ഈ പരിപാടി ചെയ്യിപ്പിച്ചു.
അന്ന് അദ്ദേഹത്തിന്റെ മനസ്സിലായി ഇത് ഒറിജിനലാണ്. ഒറിജിനലാണ്. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് പറഞ്ഞു, ഇത് കുട്ടികളെ നമുക്ക് ഒരു പരിധി വരെ, ഫോട്ടോഗ്രാഫി മെമ്മറി എന്ന് പറയുന്ന മെമ്മറി ഉണ്ട് എനിക്ക്, അത് എനിക്ക് കൂടുതലും പൂർണ്ണമായിട്ടൊരു കുട്ടിക്ക് എനിക്ക് കൊടുക്കാകത്തില്ല. പക്ഷെ വിഷ്വലൈസേഷൻ മെമ്മറി ഇമ്പ്രൂവ് ചെയ്യിക്കാൻ പറ്റും. ഫോട്ടോഗ്രാഫി മെമ്മറി ഇമ്പ്രൂവ് ചെയ്യിക്കാം. ചിലപ്പോൾ എനിക്ക് ഒരു 4 സെക്കൻഡ് കൊണ്ട് 48 നമ്പർ പറയാൻ പറ്റുന്നത് ചിലപ്പോൾ ഒരു കുട്ടിക്ക് പറ്റും 5 മിനിറ്റ് കൊണ്ട് 3 മിനിറ്റ് കൊണ്ട് പറ്റും. ചിലപ്പോൾ ഇതുവരെ ആ കുട്ടി പറഞ്ഞിട്ടുണ്ടാവില്ല. അതിലോട്ട് എത്തിക്കാൻ പറ്റും. സമയം പിന്നെ കുറയ്ക്കേണ്ടത് ആ കുട്ടിയുടെ പ്രാക്ടീസ് കൊണ്ടിരിക്കും. അപ്പോൾ സൂരജിന്റെ അടുത്ത് ഞാൻ പറഞ്ഞത് ട്രിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞപ്പം ആ സ്കൂളിലെ കുറെ കുട്ടികൾ എനിക്ക് തന്നിട്ട് ഞാൻ അവരെ കൊണ്ട് ട്രിഗണോമെട്രിയുടെ മാത്സിന്റെ +1 +2 പ്രോബ്ലം ഞാൻ ചെയ്യിപ്പിച്ചു, കാണിച്ചു കൊടുത്ത്. അങ്ങനെയാണ് സൂരജ് എൻ്റെ അടുത്ത് നമുക്കിത് എത്തിക്കണം എന്നുള്ള ഫുൾ സപ്പോർട്ടുള്ള സൂരജാണ് ഈ IQD ആശയത്തിന്റെ എന്നെ ഇതിലോട്ട് എത്തിക്കാൻ എന്നെ സഹായിച്ച ഒരാളെന്ന് പറഞ്ഞത്. അതിനുശേഷം IM വിജയൻ ചേട്ടൻ, താഹിർ എന്ന് പറഞ്ഞ അങ്ങനെ വലിയൊരു നിര തന്നെ ഇപ്പം നമ്മളിവിടെ ഉണ്ട്. നല്ല രീതിയിൽ തന്നെ അത് മുന്നോട്ട് പോകുന്നു. പിന്നെ പെപ്പയൊക്കെ നമ്മളുടെ ക്ലാസ്സില്ലേ, നമ്മൾ ആന്റണി വർഗീസ്, പെപ്പയൊക്കെ നമ്മളുടെ സപ്പോർട്ടേഴ്സ് ആണ് ഭയങ്കര. അതുകൊണ്ട് നല്ല സന്തോഷത്തിലാണ് പോകുന്നത്. സാർ, ഞാൻ എന്ദ്രൻ എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ട്. അതിലൊരു സീനുണ്ട്, നമ്മുടെ റോബോട്ടിക്കിനെ ബുക്കിങ്ങനെ ജസ്റ്റ് മാറ്റി കഴിയുമ്പോഴത്തേക്ക് അതിലുള്ള കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തു, വായിച്ചു കഴിഞ്ഞു എന്നുള്ളൊരു രീതി. അപ്പോൾ സാറിന് അങ്ങനെ ഒരു യന്ത്ര മനുഷ്യന് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത്ര സെക്കൻഡ് കൊണ്ട് അല്ലെങ്കിൽ ഇത്ര ടൈം കൊണ്ട് സാറിന് കവർ ചെയ്യാൻ പറ്റും ബുക്സ്, അതുപോലെ നോട്ട്സ്, കാര്യങ്ങളൊക്കെ. അപ്പോൾ സാർ എന്തുകൊണ്ടാണ് എന്നിട്ട് UPSC ക്രാക്ക് ചെയ്യാഞ്ഞത്? 2-3 കാര്യങ്ങൾ പറയാം. UPSC പരീക്ഷ എഴുതിയിട്ടുണ്ട് ഞാൻ ഇന്റർവ്യൂ ഫെയിൽ ആയിപ്പോയതാ. ഈ സിവിൽ സർവീസ് പരീക്ഷയുടെ UPSCയുടെ ഇന്റർവ്യൂ ഫെയിൽ ആയിപ്പോയതാ. അതുകൂടാതെ തന്നെ 33 ജോലി കിട്ടിയിട്ടുണ്ട് എനിക്ക്. 33 ജോലി കിട്ടിയ ആളാണ്. ഒരുപാട് ജോലി കിട്ടിയതാണ്. അതേക്കുറിച്ചൊക്കെ ഒരുപാട് ആർട്ടിക്കിളൊക്കെ വന്നിട്ടുണ്ട് എന്നെ കുറിച്ച്. ഞാൻ പറഞ്ഞില്ലേ, ഇത് എൻ്റെ എയിം എന്ന് പറഞ്ഞാൽ ജോലിയിൽ ഉപരിയായിട്ട് ഒരു മനുഷ്യന്റെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവരുടെ ബ്രെയിൻ വികാസവും അതിന്റെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി, ഇപ്പോൾ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളില്ലേ, അവരെ എങ്ങനെ മാറ്റാമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ഫൈനൽ എൻ്റെ റിസർച്ച്. എന്നെ അതിന്റെ ഗുരു എന്നെ സഹായിക്കുന്ന എപ്പോഴും വിശ്വസിക്കുന്ന ആളാണ്. ഇദ്ദേഹം എന്നെ കണ്ടതിന് ശേഷം ഈ റിസർച്ചിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും റിസർച്ചിന്റെ സമയം കിട്ടുന്നതിന് വേണ്ടിയും മെഡിറ്റേഷൻ നന്നായിട്ട് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെയാണ് വനംവകുപ്പ് ഞാൻ സെലക്ട് ചെയ്തത്. എനിക്ക് വനംവകുപ്പിനേക്കാളും നല്ല ജോലികൾ വേറെ കിട്ടിയത്. വനംവകുപ്പിനേക്കാളും നല്ല ജോലി എന്ന് പറഞ്ഞാൽ തെറ്റാണ്. കാര്യം എല്ലാ ജോലിയും നല്ല ജോലിയാണ്, ഓരോരുത്തർക്കും ഓരോ പാഷനാണ്. ഞാൻ ഈ വനംവകുപ്പ് കയറിയതുകൊണ്ടാണ് എനിക്ക് ഈ IQD എന്ന് പറയുന്നത് എനിക്ക് ഡെവലപ്പ് ചെയ്ത് എത്തിക്കാൻ പറ്റിയത്. കാര്യം ഇതിൻ്റെ നോട്ട്സുകൾ വായിക്കാനും പഠിക്കാനും സംസ്കൃത ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള വാക്കുകളൊക്കെ എടുത്ത് വെച്ച് ഞാനത് നന്നായിട്ട് അനലൈസ് ചെയ്യാനും. പ്യൂർലി മെഡിറ്റേഷനാണ് കേട്ടോ. മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പുതിയ പുതിയ ഐഡിയാസും നോളജുകളും ഡെവലപ്പ് ചെയ്യും. അതുകൊണ്ട് മാത്രമാണ് ഇതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്തത്. പക്ഷെ പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. UPSC പരീക്ഷയുടെ ഇന്റർവ്യൂ ഫെയിൽ ആയി പോയതാ. 2013-14 എഴുതിയിട്ടുണ്ട്. അല്ലാതെ എഴുതാത്തോണ്ടല്ല. പിന്നെ ഫോളോ അപ്പ് ചെയ്തിട്ടില്ല. വനംവകുപ്പിൽ കയറിയതിന് ശേഷം പിന്നെ ഞാൻ വേറെ ജോലിക്കൊന്നും ശ്രമിച്ചിട്ടില്ല. കാര്യം എന്റെ റിസർച്ച് നല്ല ഭംഗിയായിട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്. എന്റെ ഓഫീസർമാർക്കോ എന്റെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് ആർക്കും ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ ഇരുന്ന സമയത്താണ് ഇത് 23-ന് IQDയുടെ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയി നിംഹാൻസ് റിസർച്ചിലോട്ട് വന്നു തുടങ്ങി. നാക്കിന്റെ സപ്പോർട്ട് കിട്ടി, NEPയുടെ സപ്പോർട്ട്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ സപ്പോർട്ട് എനിക്കുണ്ട്. അപ്പൊ ആ സമയത്ത് അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ 5 വർഷത്തിൽ ലീവ് എടുത്തായിരുന്നു വനംവകുപ്പിൽ നിന്ന്. വനംവകുപ്പിൽ ലീവ് എടുത്തു. വീണ്ടും റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. ബാംഗ്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നന്നായിട്ട് റിസർച്ച് നടക്കുന്നുണ്ട്. നമ്മൾ പഠിച്ചിട്ടുള്ള കുട്ടികളുടെ ഡേറ്റ വെച്ചും ഒരാളുടെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഞാൻ നല്ല രീതിയിൽ തന്നെ ആർട്ടിക്കിളുകൾ എഴുതി ഞാനിത് സബ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളല്ലേ നമ്മളുടെ ഇപ്പം ഞാൻ ചെയ്യുന്ന പല സ്കില്ലുകളിലും ഒരു സ്കില്ലാണ് കലണ്ടർ പറയുന്നത്. ആ സ്കില്ല് പറയുന്ന ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള പയ്യനുണ്ട്. ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾക്ക് ചെയ്യാത്തുള്ള സ്കില്ലുകൾ ഏതെങ്കിലും പുറത്തു വരുത്താൻ പറ്റും. പക്ഷെ അവർ ഓട്ടിസ്റ്റിക്കാണ്. അപ്പൊ ഞാൻ ഓട്ടിസ്റ്റിക് അല്ല. അപ്പൊ എന്തുകൊണ്ട് ഞാൻ ഓട്ടിസ്റ്റിക് ആയില്ല എന്നുള്ള ചോദ്യം, അതാണ് ഇപ്പൊ നമ്മൾ നിംഹാൻസ് റിസർച്ച് ചെയ്യുന്നത്. ഒരു പരിധി വരെ നമുക്കത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളുടെ ബ്രെയിനിന്റെ എന്താണ് എന്റെ പ്രോബ്ലം എന്ന് മനസ്സിലാക്കാൻ. ഞാനിത് പൂർണ്ണമായിട്ടും പറയുന്നത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ ഒരു റിസർച്ചിലോട്ട് എത്തണം എന്നുള്ളതും അതിന്റെ വിജയകരമാണ് എൻ്റെ ലക്ഷ്യം, ഫൈനൽ ലക്ഷ്യം. പക്ഷെ ഇപ്പൊ ഞാൻ പഠിക്കാൻ മടിയായിട്ടിരിക്കുന്ന കുട്ടികളെയൊക്കെ പഠിപ്പിച്ചെടുക്കുന്നുണ്ട്. തോക്കൂന്ന് ഉറപ്പുള്ള പിള്ളേർ ജയിപ്പിക്കും. സാറിന് 2 സ്റ്റുഡൻസിനെ ഞാനിന്ന് കണ്ടിരുന്നു. എന്നോട് ഒരു പറഞ്ഞിരുന്നു, സാറ് പഠിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് മാത്സിന് പാസ്സായതെന്ന്. അങ്ങനെ ഒരു കുട്ടിയെ ഇപ്പൊ ഒരു മാത്സ് പഠിക്കുന്ന ഒരു കുട്ടി 3 ദിവസം തന്നാൽ മതി, ആ കുട്ടി ജയിക്കും. ഇപ്പൊ ഞങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാനൊരു നിർമ്മല ഭവൻ എന്നൊരു സ്കൂളുണ്ട് തിരുവനന്തപുരം.
അവിടുത്തെ അവർ 23 കുട്ടികളെ അവരെനിക്ക് തന്നിരുന്നു. ഈ ഈ ഈ ഇട്ടിക്കൊണ്ടിരുന്ന കുട്ടികളാ D+ ആക്കിയാൽ മതി എന്ന് അവർ പറഞ്ഞത്. അതിനകത്ത് ഏറ്റവും കുറഞ്ഞ മാർക്ക് C+ ആക്കാൻ പറ്റും. പിന്നെ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ എപ്പിഗ്ര, അലക്സിയ പോലുള്ള ആ കുട്ടികളെ എനിക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നിലവിൽ. ഇനി ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളെ മാറ്റുക എന്നുള്ളതാണ്. അത് ലോകത്ത് ഭയങ്കര വിപ്ലവമായിരിക്കും. അതിന് സഹായിക്കുന്ന ഗ്രന്ഥങ്ങൾ നമ്മൾ ഭാരതീയ സംസ്കാരത്തിലുണ്ട്. അതെനിക്ക് നന്നായിട്ട് ഉണ്ടെന്നാനും അത് വെച്ചിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു AI ആണ് ഇപ്പൊ ഞാൻ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഒരു മൾട്ടി ഏജന്റിങ് AI. അവാക്കിൻഡൈ എന്ന എന്റെ പേര്, AIയുടെ പേര്. അതിപ്പോ ജൂൺ 15 തൊട്ട് അത് കിട്ടി തുടങ്ങും, അത് വന്നു തുടങ്ങും. സാറ് പല വേദികളിലും പല ടെക്നിക്കുകൾ കാണിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോ ഞാനിങ്ങനെ സാറ് വരുന്നു എന്നുള്ളത് കൊണ്ട് കുറച്ച് കാച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് കാണിക്കാൻ പറ്റുമോ? നമ്മള് മിക്ക സ്ഥലങ്ങളിലും മാത്തമാറ്റിക്സ് ആണ്. ഈ ചീട്ടെന്ന് പറഞ്ഞാൽ 52 ചീട്ടാ. ചീട്ടെന്ന് ഇവിടെ ഇരുന്ന ചീട്ടാ, മാജിക് ചീട്ടൊന്നുമല്ല, സാധാ ചീട്ടാ. ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ഇത് ഞാൻ മെമ്മറൈസ് ചെയ്യാം, എന്നിട്ട് ചീട്ട് പറയുന്ന മാത്സ് ഉപയോഗിച്ചാൽ ഞാൻ അത് കണ്ടുപിടിക്കാം. ഞാൻ കാണിച്ചു തരാം. ചീട്ട ഉണ്ടല്ലോ, നമ്പർ 3 ഞാൻ ഒരു വട്ടം നോക്കി കഴിഞ്ഞു. അത് 26 ചീട്ട് ഞാനങ്ങ് മാറ്റി എന്റെ സൗകര്യത്തിന് വേണ്ടി. ബാക്കി 26 ചീട്ടില്ലേ, നീ ചീട്ട് പറയട്ടെ മാത്സ്, ഞാനല്ല. ഞാൻ 3 ചീട്ടെടുത്ത് ഇങ്ങനെ വെച്ച് 3 ചീട്ട്. ഇന്നത്തെ ഏറ്റവും വലിയ ചീട്ട് ഏതാ? 10. അപ്പൊ ഇത് 10 ആക്കാൻ വേണ്ടി ഇതിനകത്ത് രണ്ടിടത്ത് ഞാൻ ഇതിനകത്തൊരു 4 ചീട്ട് വെച്ചാൽ 10 ആവും. ഇതിനകത്തൊരു 1, 2, 3 ചീട്ട് 10 ആക്കി. ബാക്കി ചീട്ട ഇവിടെ വെച്ച്. ഇപ്പൊ എത്ര ചീട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. നീ 6, 7, 13, 10, 23 ഇത് 3 കൂട്ടുമ്പോൾ വരുന്ന ചീട്ടിന് വാല്യൂ എന്ന് പറഞ്ഞാൽ 23. ഇതിൽ 23 ചീട്ട് ഏതാന്ന് പറയണം. അപ്പൊ ആദ്യം കൗണ്ട് ചെയ്ത് കാണൂല്ലോ, അത് മാത്സ് വെച്ചിട്ട് ഗണിച്ച് പറയണം. നോക്കാം, ശ്രമിക്കാം. അതിനകത്ത് 23 ചീട്ടെന്ന് പറയുന്നത്, ഇതിൽ 23 ചീട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ മെമ്മറൈസ് ചെയ്തില്ലേ, അതൊരു ചീട്ടായിരിക്കും. ടെക്നിക്കൊന്നുമില്ല. 23 ചീട്ടെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇത് ക്ലബ് ഇതിന്റെ 6 ആയിരിക്കും. ചിലപ്പോ തെറ്റായിരിക്കും, നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22. ഇതെത്ര ഇതായിരിക്കും? 6 ആയിരിക്കും. അയ്യോ, 6 ആയിരിക്കും. സാർ ഒരു കാര്യം കൂടിയിട്ട്, ഇങ്ങനെ ഡേറ്റ്സ് ഒക്കെ ഏതാണെന്ന് സാർ ഇങ്ങനെ ആക്യുറേറ്റ് ആയിട്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ 1-2 ഡേറ്റ്സ് ഇയർ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ദിവസമായിരുന്നു പറയാൻ പറ്റുമോ? ഓക്കെ, 17/6/1996 ഏത് ദിവസമായിരുന്നു പറയാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നത് 17/6, അതായത് ജൂൺ 17, 1996. എനിക്ക് തോന്നുന്നത് തിങ്കളാണോ? അതെ, എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എനിക്കറിയായിരുന്നു. ഏട്ടയുടെ മറന്നുപോയി. വരാൻ പോകുന്ന ഡേറ്റ് വരാൻ പോകുന്നു. ഓക്കെ, 3000 ഒക്കെ ചോദിക്കാൻ പറ്റും. 21/10/3005. 3005 അത് ഭയങ്കര എനിക്ക് തോന്നുന്നത്. ഇത് മാസം 10, 21/10 ഇല്ലേ? 21/10 എനിക്ക് തോന്നുന്നത്. ശ്രമിക്കാം. മൺഡേ ആണോ?
എന്താ കഴിഞ്ഞെന്ന് ചോദിക്കണോ ഇനി വരാനുള്ളത് ചോദിക്കണോ? ചോദിക്കാം, ഏതാ വെച്ചാലും പറയും. 30/12/4112. 4112. വെയിറ്റ്, എനിക്ക് തോന്നുന്നു 30/12. ഡിസംബർ 12. ഫ്രൈഡേ ആണോ? ഓക്കെ, ഞെട്ടിപ്പോയി. ഞാൻ റാൻഡംലി ചോദിച്ച ഇയേഴ്സ് ആണ്. കുറച്ച് കഴിയുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു ഞാൻ ഏതായിരുന്നു ചോദിച്ചത്. സാർ, ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടിയിട്ട്. സാറിന് ഇപ്പൊ 2025 നവംബർ 2 ഗിന്നസ് റെക്കോർഡ് കിട്ടിയത്. അത് ഞാൻ ജസ്റ്റ് നോക്കിയിരുന്നു. ഓക്കെ, അപ്പോ സാർ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ അതിനെ പറ്റിയിട്ടൊന്ന് നമ്മള് ഗിന്നസിന്റെ സൈറ്റിൽ കയറിയിട്ട് 2 രീതി ചെയ്യാം. ഒന്ന്, പുതിയ റെക്കോർഡുകൾ ചെയ്യാം. അത് അവര് അപ്രൂവൽ തരണം. അത് കിട്ടാറില്ല ഇപ്പം. പുതിയൊരു ഐറ്റം ചെയ്യാം. പഴയ ഐറ്റങ്ങളുണ്ട് ചെയ്ത. ഇപ്പൊ ഞാൻ നോക്കിയപ്പം മോസ്റ്റ് ലോങ്സ്റ്റ് നമ്പർ സീക്വൻസ് മെമ്മറൈസ്ഡ് ഇൻ 4 seconds ഈസ് 30 ഈസ് റെക്കോർഡ് എന്ന് പറഞ്ഞ് ഇട്ടേക്കുന്നത് സയ്യിദ് നബിൽ ഹസൻ എന്നൊരാളെ പേരില്ല. അപ്പൊ എനിക്ക് ഇതേ കുറിച്ച് വലിയ ധാരണയില്ല. എന്റെ ഓഫീസിലെ ആനന്ദ് എന്നൊരേട്ടനുണ്ട്, മജീഷ്യനാണ് പുള്ളി, നമ്മളെ GM ആണ്. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ് നിങ്ങൾ ഗിന്നസ് നോക്ക് എന്താ നോക്കുക, ഇത്രയും നാൾ ഞാനാണ് എന്നെ നോക്കിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അപ്ലൈ ചെയ്യാൻ പറയും. ഞാൻ അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഇത് ഗിന്നസ് സൈറ്റിൽ കയറി അപ്ലൈ ചെയ്തു. നമ്മള് ഈ റെക്കോർഡ് എനിക്ക് ബ്രോക്ക് ചെയ്യാൻ പറ്റും എന്നും പറഞ്ഞ് നമുക്ക് അപ്ലൈ ചെയ്യാം. ആർക്ക് വേണമെങ്കിലും ഗിന്നസ് റെക്കോർഡിന്റെ സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവര് മറുപടി തരണം. എന്ന് വെച്ചാൽ 2 ആഴ്ചക്കുള്ളിൽ, ചിലപ്പം മാക്സിമം 3 മാസത്തിനുള്ളിൽ അവർ എന്ത് ചെയ്യും, നമുക്ക് മറുപടി തരും. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിന്റെ വീഡിയോ ചെയ്ത് അയക്കുമെന്നും പറഞ്ഞു. പേയ്മെന്റ് പൈസ ഒന്നുമില്ല. അപ്പൊ അവര് അയക്കുമ്പം ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, നിങ്ങൾ ചെയ്ത് അയച്ചാൽ ഞങ്ങൾ ഓക്കെയാണ്. ഗിന്നസ് അതോറിറ്റീസ് അവര് വരും. അപ്പൊ നോക്കിയപ്പോണ്ടല്ല ഒരു ഗൈഡ് ലൈൻസ് തരും അവര്. ഇത് ചെയ്യേണ്ട പാലിക്കേണ്ട നിയമങ്ങളും കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനകത്ത് അവർ പറയും ഇന്ന രീതിയിൽ ഇന്ന കാര്യങ്ങൾ, ഈ നമ്പർ ജനറേറ്റർ, റാൻഡം നമ്പർ ജനറേറ്റർ ആണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ പറയും. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഒരു വേദി ഒരുക്കണം. വേദി ഒരുക്കുന്നതിനുള്ള എമൗണ്ട് നമ്മളിലേക്കാവും. നമുക്കിപ്പോ ഇവിടെ ആയാലും ചെയ്യാം. പക്ഷെ നമ്മൾ ഇതിന്റെ വാല്യുവേറ്റർ 3-4 പേരുണ്ട്. അത് ഗിന്നസ് റെക്കോർഡ് കിട്ടിയ ആൾക്കാരുണ്ടാവും, ഇവരെ ഒഫീഷ്യൽസ് ഉണ്ടാവും, പിന്നെ നമ്മളെ ടീച്ചർമാരൊക്കെ കാണും. അപ്പൊ നമ്മൾ അത് എടുത്തിട്ട് ഇത് അപ്ലോഡ് ചെയ്യണം. അപ്പൊ അവർ തരുന്ന സമയത്ത് തന്നെ ചെയ്യണം. പിന്നെ റിസൾട്ട് വെയിറ്റിംഗ്. സാധാരണ കേസിൽ ഇപ്പം ഒരുപാട് ആൾക്കാർ അയക്കുന്നുണ്ട്, പലതും റിജക്റ്റും ആവുന്നുണ്ട്. എല്ലാവർക്കും ഒന്നും കിട്ടാറൊന്നുമില്ല. ഇതിന്റെ വെരിഫിക്കേഷൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഇവര് വാല്യുവേഷൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പൊ ഞാനിത് അയച്ചിട്ടുണ്ട്, എനിക്കിത് ഉറപ്പൊന്നുമില്ല എനിക്ക് കിട്ടുമെന്നൊന്നും. എത്ര തവണ ട്രൈ ചെയ്തു? ഞാൻ ഒറ്റ തവണ ട്രൈ ചെയ്തു. ഞാൻ ചെയ്തു, അയച്ചു. അപ്പൊ അവരെന്നെ കോൺടാക്ട് ചെയ്തു. അപ്പൊ അവര് ഞങ്ങള് റിസൾട്ട് വെയിറ്റിംഗ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ചിലപ്പോൾ റിജക്റ്റ് ആവും, അല്ലെങ്കിൽ കിട്ടും. ഇതാണ് നിലവില്. അന്ന് ഞാൻ ഷാർജയിൽ എനിക്കൊരു ബുക്ക് ഫെസ്റ്റിന് എനിക്കൊരു അവാർഡ് ഉണ്ടായിരുന്നു, അവിടുത്തെ അറേബ്യൻ റെക്കോർഡ്സിന്റെ. അപ്പൊ അത് വാങ്ങാനായിട്ട് ഫ്ലൈറ്റിൽ പോകുന്ന സമയത്താണ് ഈ സാധനം മെസ്സേജ്, ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോഴാണ് ഈ മെസ്സേജ് വരുന്നത്. കാര്യം നമ്മളെ നാട്ടിൽ മെസ്സേജ് വന്നിട്ട് എന്നെ വിളിക്കുവാണ്, ഗിന്നസ് കിട്ടിയെന്ന്. അങ്ങനെയാണ് ഞാൻ ഇത് അറിയുന്നത്. ഫ്ലൈറ്റ് വെച്ചാണ് ഞാൻ ഇത് അറിയുന്നത്. ഫസ്റ്റ് ആദരവ് എയർ ഇന്ത്യക്കാരാണ് ഫ്ലൈറ്റ് വെച്ചാണ് തരുന്നത്. അത് ഭയങ്കര ഒരു സ്പെഷ്യൽ ന്യൂസ് ആയി അന്ന് മാറിയായിരുന്നു. അപ്പൊ അയക്കാനുള്ളവർ എനിക്ക് പറയാനുള്ളത്, എന്തെങ്കിലും സ്കില്ലുണ്ടെങ്കിൽ അയക്കണം. കാര്യം വെച്ചാൽ 112 പേർക്ക് ഇതുവരെയും കേരളത്തിൽ നിന്ന് ഗിന്നസ് കിട്ടിയിട്ടുള്ളൂ. 112 പേർക്കേ ഉള്ളൂ. അതില് ഭൂരിഭാഗവും ഓരോ ആറ്റുകാല് പൊങ്കാല, പട്ടാഴിയിലെ മുള, ലോകത്തിലെ ഏറ്റവും നീളം കൂടി കേക്ക്, ഇതിനാണ് കൂടുതൽ. ദിവ്യമണിയുടെ ഡാൻസ്, ഇൻഡിവിജ്വൽ ഐറ്റംസ് ഇല്ല, ഇൻഡിവിജ്വൽ ഐറ്റം അതിന് കുറവാ. 30 താഴെ 40 താഴെ ഉള്ളു. അപ്പൊ അത് ഭയങ്കരമാണ്. നമുക്ക് നമ്മളെ നാട്ടിലുള്ള ഗിന്നസ് കിട്ടിയിട്ടും വിലയുണ്ട്, വാല്യൂ ഇല്ലെന്നല്ല, ഭയങ്കര വാല്യൂ ആണ് സാധനത്തിന്. പക്ഷെ വെളിരാജ്യങ്ങളൊക്കെ പ്രത്യേകം ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടും ഇത് കിട്ടിക്കഴിഞ്ഞാൽ. ഇന്ത്യ ഗവൺമെന്റും ഗിന്നസ് അസോസിയേഷൻ ഉണ്ട്. ഇതിന്റെ അസോസിയേഷൻ കുറെ ലെറ്ററിലൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മളെ ഇന്ത്യൻ ഗവൺമെന്റിന്, ഈ കിട്ടുന്നവരെ പരിഗണിക്കാൻ വേണ്ടി. അതിനൊക്കെയുള്ള തീരുമാനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ യുവാക്കൾ കഴിവുള്ളവർ എന്ത് ചെയ്യണം, ആ മേഖല മനസ്സിലാക്കി അപ്ലൈ ചെയ്യണം. നിർബന്ധമായിട്ട് അപ്ലൈ ചെയ്യണം. 1 രൂപ പോലും ചെലവില്ല. എനിക്ക് ശേഷം 2-3 പേര് എടുത്തിട്ടുണ്ട് കേട്ടോ, മലയാളികള്. ലേഖ എന്നും പറഞ്ഞ ഒരു ലേഡി ക്ലിപ്പ് കളക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. തലയിടുന്ന ക്ലിപ്പ് 1500 കളക്ട് ചെയ്ത് റെക്കോർഡാ. എന്റെ ഒരു ഫ്രണ്ടിനും ഉണ്ട്. എന്താ? സ്വിമ്മിങ്ങിന്
ആന്നല്ലേ ബട്ടർഫ്ലൈ സ്വിമ്മിങ് അങ്ങനെ എന്തോ ആണ്. ചെയ്ത് ഗിന്നസ് ഉണ്ട് അല്ലേ? ഉണ്ട്. ഭയങ്കര ഭാഗ്യമാണ്. റുബിക്സ് ക്യൂബ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് സ്പീഡിൽ ചെയ്യുന്ന. അപ്പൊ അത് നല്ലതാണ്. കൊല്ലത്ത് 3 പേർക്ക് ഉള്ളു ഗിന്നസ് ഉള്ള. ഒന്ന് ശാന്തി എന്നൊരു ലേഡിയ. അവരുടെ റെക്കോർഡ് എന്ന് പറഞ്ഞാല് അവർ ഈ ഒബ്ജക്റ്റുകളിൽ 1 മിനിറ്റിൽ ഏറ്റവും കൂടുതൽ ഒബ്ജക്റ്റുകൾ കാണാതെ പറഞ്ഞതാ, മെമ്മറിയില്ല അവർക്കുണ്ട്. പിന്നെ ഒരാളെന്ന് പറയുന്നത് നീന്തല്. അത് കൊല്ലമല്ല, ഒരു നീന്തൽ ഒരാളുണ്ട്, കരുനാപ്പള്ളി നീന്തൽ ഒരാളുണ്ട്. പിന്നെ കൊല്ലത്തെ പട്ടാഴിയിലെ മുളയുണ്ട്. പട്ടാഴിയിലെ മുളയ്ക്ക് റെക്കോർഡുണ്ട്, ഏറ്റവും നീളം കൂടി മുള ഏതാ? അതാരെങ്കിലും അപ്ലൈ ചെയ്തതായിരിക്കോ? ഏതാ? പിന്നെ നിങ്ങൾ മനസ്സിലാക്കാത്ത ഒരാളുണ്ട്, ഗിന്നസ് ഫക്രു ഇല്ലേ? അത് അറിയാം, പേര് പുള്ളി കൊല്ലംകാരനാ. ഓ, മുളവനെയാ അദ്ദേഹത്തിന്റെ അമ്മയുടെ സ്ഥലം. അദ്ദേഹത്തിന്റെയും നേറ്റിവിറ്റി മുളവനെ എന്ന രീതിയിലാണ് കിടക്കുന്നത്. നമുക്ക് എത്ര അറിയാം. പുള്ളി കൊല്ലക്കാരനാ, ഗിന്നസ് കിട്ടിയ. അത് ഞാൻ അവിടെ ചെന്നപ്പോ എനിക്ക് മനസ്സിലായിരുന്നു. എനിക്ക് കറക്റ്റ് അറിയില്ല, ഇത് 2-3 ആൾക്കാർ ഞാൻ ഇങ്ങനെ തിരക്കായിരുന്നു ഗിന്നസ് കിട്ടിയ ആൾക്കാർ. അപ്പൊ ആ ലിസ്റ്റിൽ ഇദ്ദേഹത്തിന്റെ പേരുണ്ട്. ഗിന്നസ് ഫക്രു ഏറ്റവും നീളം കുറഞ്ഞ നായകൻ ആ കാറ്റഗറിയിൽ. അത്ഭുതദ്വീപ്. സാറിന്റെ ഇത്രയും വിലപ്പെട്ട സമയം നമ്മൾക്ക് വേണ്ടി മാറ്റിവെച്ചതിനും ഇത്രയും അറിവുകൾ നമുക്ക് പറഞ്ഞു തന്നതിനും ഒരുപാട് നന്ദി. സാറിന്റെ ആഗ്രഹം പോലെ തന്നെ ഈ അറിവ് നമുക്ക് ഒരുപാട് വരുന്ന തലമുറകളിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ സാർ ഒരു ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ അവരുടെ എങ്ങനെ ക്യൂർ ആക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടി നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നതിനെ കുറിച്ച് സംസാരിച്ചു. അതൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ സഫലമാകട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി സാറിനെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയത് ഭയങ്കര ഒരു പ്രൗഡായിട്ട് ഞാൻ കാണുന്നു.